നമസ്കാരം. തൊടുപുഴ വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനത്തിൻ്റെ പാകപ്പിഴവുകൾ മൂലം ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായ പ്രതിപക്ഷങ്ങളും നിർവാഹമില്ലാതെ വന്നപ്പോൾ അവിശ്വാസ പ്രമേയത്തിനു വേണ്ടി ദീപകിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാവുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോൾ ഇതിൻ്റെ ചില നിർണായക നിമിഷഘട്ടങ്ങൾ 8 കൗൺസിലർമാരുമായി നിൽക്കുന്ന BJPയുടെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഉന്നയിച്ച അവിശ്വാസ പ്രമേയം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളൂ. BJPയുടെ 5 കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും സാധ്യതകൾ. 3 കൗൺസിലർമാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം വരണാധികാരി 4 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. തൊടുപുഴ നഗരസഭ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്ന ശ്രീമതി സബീന ബിഞ്ചുവിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം നിരാശാജനകമാണ്. വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭ ഏറെ പിന്നോക്കം പോകുന്ന അവസ്ഥയിലാണ്. 2024-25 സമിതി വർഷത്തെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിന് വേണ്ട നടപടികളും നടന്നിട്ടില്ല. പ്രധാന ആഘോഷങ്ങൾ നടക്കുമ്പോൾ നഗരം ഇരുട്ടിലായി മാറിയിരിക്കുന്നു. ചെയർപേഴ്സൺ ആ സ്ഥാനത്ത് തുടരുന്നത് തികച്ചും അധാർമികമാണ്. ആകയാൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സബീന ബിഞ്ചുവിന്റെ പേരിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു. ഇതാണ് പ്രമേയത്തില് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിശ്വാസ പ്രമേയത്തിന്റെ ഡിസ്കഷനാണ് അടുത്തതായിട്ട് ആരംഭിക്കുന്നത്. ഡിസ്കഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രമേയത്തിന്റെ പരമാവധി ചർച്ചയ്ക്കുള്ള സമയം 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കഴിയുമ്പോഴും ചർച്ച അവസാനിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 4 മണിക്കൂർ ആകുന്ന സമയത്ത് നമ്മൾ വോട്ടിനിടുന്നതാണ്. നമുക്ക് ചർച്ച ആരംഭിക്കാവുന്നതാണ്. പിന്നെ സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് പ്രസന്റേഷൻ ആണെങ്കിൽ അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഓരോ അംഗങ്ങളും പരമാവധി 4 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.